പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. വിശദാംശങ്ങളാണ്, ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ പോയ പി.സി. ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകും എന്ന് കാണിച്ച പി.സി. ജോർജ് ഈരാറ്റുപേട്ട പോലീസിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ജെയിനിസ് രാജ് വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, പോലീസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ സംഘമായിട്ടാണോ പോലീസ് എത്തിയിട്ടുള്ളത്? അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണോ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, അല്പസമയം മുമ്പാണ് ഈരാറ്റുപേട്ട സേയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു പ്രകടനം ഒക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിയതിന് ശേഷം സിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീടിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പാർട്ടി പ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് പോലീസ് സംഘം ഇപ്പോൾ മുന്നോട്ട് പോയത്. എന്താണ് പോലീസ് എത്തിയതെന്ന് അറിയൂ? ഇതൊരു വലിയൊരു നാടകത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ തിരക്കഥ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഇന്ന് ഹാജരായിക്കൊള്ളാമെന്ന് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. പോലീസ് റിപ്പോർട്ട് അടക്കം ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇതിങ്ങനെ വരിക എന്ന് പറയുന്ന വളരെ ബോധപൂർവം, അതായത് ശരിക്കും ഇത് പ്രഹസനവും നാടകവുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു നാടകം. ആ നാടകം പോലീസിൻ്റെ ഭാഗത്ത് ഇത്രയും നാൾ ക്രിയേറ്റ് ചെയ്തതെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ വളരെ പ്ലാൻഡായിട്ട്, വളരെ ബോധപൂർവം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞാൻ അവിടെ ഹാജരായിക്കൊള്ളാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ അവസാന സമയത്ത് അദ്ദേഹം ഹാജരാകുമെന്ന് ഉറപ്പായ സമയത്ത് ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, ആ സുഖിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതി പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിന്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതിന്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിന്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ ഹാജരാകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ആളുകൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, അവിടെ ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇന്നിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രകടനം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പ്രകടനം നടത്തിയാൽ പ്രകടനം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ അതേപറ്റി തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമാണ് മോത്തി. അതായത് ഇവിടെ നിന്നൊരു പ്രകടനം എന്ന രീതിയിൽ മുന്നോട്ട് പോകും എന്ന രീതിയിൽ രാവിലെ തൊട്ട് ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് പോലീസ് തടയും എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് എത്തി BJP നേതാക്കളെ അടക്കം അറിയിച്ചിരിക്കുന്നത്. എൻ ഹരിയാണ് മധ്യമേഖല BJPയുടെ മധ്യമേഖലാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭാരവാഹികളും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ വീട്ടിലുള്ളത്. ഏതാണ്ട് 50ഓളം പ്രവർത്തകരും നേതാക്കളും അടക്കം ഇപ്പോൾ പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പ്രകടനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പി.സി. ജോർജിനെ അനുഗമിച്ച് ഈ പാർട്ടി പ്രവർത്തകരടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു നടപടി ആ രീതിയിലാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ആ രീതിയിൽ പോയാൽ അത് പോലീസ് അറസ്റ്റ് ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഷോൺ ജോർജ് ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. എന്താണ്? ഇല്ല, അവിടെ പാർട്ടിയുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവർ സംസാരിക്കട്ടെ. അവർ പറയും. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കൃത്യമായ നിലപാടാണ്. പോലീസ് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണോ? ഇതൊക്കെ അവർ പറഞ്ഞല്ലോ.